തദ്ദേശപ്പോരിൽ മിന്നും വിധിയെഴുതി തെക്കൻ കേരളം. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 70% പോളിംഗ്. ഉയർന്ന പോളിംഗ് എറണാകുളത്ത്, കുറവ് പത്തനംതിട്ടയിൽ. രണ്ടാം ഘട്ടത്തിലും കലാശക്കൊട്ട് കളറാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ രാപകൽ. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ. ജനവിധി മറ്റന്നാൾ. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് പരാതി. തിരുവനന്തപുരം മഞ്ചൂരിൽ കള്ളവോട്ട് ആരോപണം. പ്രതിഷേധം സംഘർഷത്തിലെത്തി. BJPക്ക് അനുകൂലമായി പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. എല്ലാം തോന്നലുകളെന്ന് മുഖ്യമന്ത്രി. പ്രതികരണം: നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് ഗൂഢാലോചനയെന്ന ദിലീപിന്റെ ആരോപണത്തിൽ പോലീസിനെതിരെ നിയമ നടപടിക്ക് ദിലീപിന് നീതി കിട്ടിയെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് അടൂർ പ്രകാശ്. അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ പ്രസ്താവനയെ വളച്ചൊടിച്ചുവെന്നും UDF കൺവീനർ. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് ഭാഗ്യലക്ഷ്മി. 2 ആഴ്ചയല്ല 2 ദിവസം മാത്രമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനത്ത് SIR നടപടികൾക്ക് 2 ദിവസം കൂടി സമയം അനുവദിച്ചു. 2 ആഴ്ചത്തേക്ക് നീട്ടണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ഹർജി 18-ന് വീണ്ടും പരിഗണിക്കും. SIR-ൽ കേന്ദ്രത്തിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വോട്ട് കൊള്ളയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ജനദ്രോഹമെന്ന് രാഹുൽ ലോക്സഭയിൽ. വോട്ട് മോഷണം നടത്തി വിജയിച്ചത് ഇന്ദിരാഗാന്ധി എന്ന BJP. ഇൻഡിഗോയ്ക്ക് മൂക്കുകയറിട്ട് കേന്ദ്ര സർക്കാർ. വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ നടപടി. 5% സർവീസുകൾ മറ്റ് കമ്പനികൾക്ക് നൽകി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർവീസുകൾ സ്ഥിരത കൈവരിച്ചുവെന്ന് ഇൻഡിഗോ. ഇന്ന് റദ്ദാക്കിയത് 400 സർവീസുകൾ.